നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൂർക്കൻ പഴത്തെയാണ്. ഇംഗ്ലീഷിൽ ഇതിനെ പാഷൻ ഫ്ലവർ എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. പാസിഫ്ലോറേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം പാസിഫ്ലോറ ഫീറ്റിഡ എന്നാണ്. ഏകദേശം 3 അടിയോളം ഉയരത്തിൽ വളരുന്ന ഒരു വള്ളിച്ചെടിയാണിത്. ഇതിൻ്റെ തണ്ട് വളരെ മെലിഞ്ഞതും രോമാവൃതവുമാണ്. ഇതിൻ്റെ ഇലകൾ 3 പാളികളുള്ള ഇതിൻ്റെ ഇലകൾ മുന്തിരിയുടെ ഇലയോട് സാദൃശ്യമുള്ളതാണ്. ഇതിൻ്റെ പഴത്തെയും അതുപോലെ പൂവിനെയും വളരെ മനോഹരമായിട്ടുള്ള ഒരു പച്ച തണ്ടുകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വല്ല കീടങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നിരുന്നാലും അതിൻ്റെ ഉള്ളിൽ ഇത് അകപ്പെടുകയും ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻസൈം അതിനെ കൊല്ലുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതിൻ്റെ പൂക്കളെയും കായകളെയും ഒന്നും കീടങ്ങൾക്ക് ആക്രമിക്കുവാൻ സാധിക്കുന്നതല്ല. വളരെ കൗതുകരമായിട്ടുള്ള ഇതിൻ്റെ പൂക്കൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൂക്കളിനോട് സാദൃശ്യമുണ്ട്. വെള്ള നിറത്തിലുള്ള ഇതിൻ്റെ പുഷ്പങ്ങളുടെ ഉള്ളിൽ ഇളം വയലറ്റ് നിറവും കാണാൻ സാധിക്കും. ഇതിൻ്റെ ഇല ഞെരടിയാൽ വളരെ ദുർഗന്ധം വമിക്കും. അതുകൊണ്ട് തന്നെ ലാറ്റിനിൽ ഇതിന് ഫീറ്റിഡ എന്ന് പറയുന്നത്. ഇതിൻ്റെ പത്രകക്ഷങ്ങളിൽ നിന്നാണ് ഇത് പടർന്നു കയറാനുള്ള വള്ളികളും അതേപോലെ കായ്കളും ഉണ്ടാവുന്നത്. ഇതിൻ്റെ കായ്ക്ക് ഇളം പച്ച നിറത്തിലുള്ള ഉരുണ്ടതുമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു 30 വരെ വിത്തുകളും കാണാൻ സാധിക്കും. പച്ച നിറത്തിലുള്ള ഇതിൻ്റെ കായ പഴുത്തു കഴിഞ്ഞാൽ മഞ്ഞ കലർന്ന ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടാറുള്ളത്. ഇത് ഭക്ഷ്യയോഗ്യമാണ്. പക്ഷികൾ വഴിയാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്താറുള്ളത്. അതുപോലെ ഈ കൂർക്കൻ പഴം നിദ്രാസംബന്ധമായ പ്രശ്നങ്ങൾക്കും ചുമ, ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിച്ചു വരാറുണ്ട്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. കൂർക്കമ്പഴത്തിൻ്റെ അധികം ഉപയോഗിക്കുന്നില്ലെങ്കിലും ചെറിയ 2 ഉപയോഗമുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഈ നീരെടുത്തിട്ട് ഈ വേദനയുള്ള ഭാഗത്ത് പരത്തിക്കഴിഞ്ഞാൽ വേദന കുറയും. പിന്നെ ഈ ചുമയുള്ള സമയത്ത് ഇതിൻ്റെ ഈ നീരെടുത്ത് തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചുമ കുറയും. പിന്നെ ഇതിന് ഈ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുക. നെർവസ് സിസ്റ്റത്തിന് ഒരു സ്റ്റിമുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ട് അതായത് ഒരു ഡിപ്രഷൻ എന്ന് പറയും. വലിയ ആ സ്റ്റിമുലേഷനെ കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ട് നെർവസ് സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉറക്കമില്ലാത്ത ചില പേഷ്യൻസിൽ ഇതിൻ്റെ ഈ നീരെടുത്തിട്ട് വെണ്ണയിൽ ചാലിച്ചിട്ട് അകത്തേക്ക് കഴിക്കും. അത് തന്നെ നേരെ നെറുകയിൽ ഈ തളം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഉറക്കം കിട്ടുന്നതാണ്.